കമൻസിൻ്റെ അടിയിൽ വന്ന് വീഡിയോയുടെ അടിയിൽ വന്നൊരു 2-3 കമൻറ്റുകളുണ്ട്. ഒരെണ്ണം ഞാൻ വായിച്ചു തരാം. പറഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം പുള്ളിക്ക് ഡിലീറ്റ് ചെയ്യുന്ന സ്വഭാവമുണ്ട്. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിയിൽ പോയി കമന്റ് ചെയ്ത് ഞാൻ കണ്ടു കമന്റ്സ് അയച്ചു തന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കമന്റ്സ് ഇല്ല, പുള്ളി ഇരുന്നങ്ങ് ഡിലീറ്റ് ചെയ്യും. പുള്ളി ഇരുന്നങ്ങ് നെഗറ്റീവ്സ് മാത്രം മതി പുള്ളിക്ക് എന്നുള്ള രീതിയിൽ പുള്ളിക്ക് എതിരെ വരുവാണെങ്കിൽ അതെല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. പിന്നെ ഒരു കാര്യം, ഈ അടുത്ത സമയത്ത് നമ്മുടെ ഈ ബാല എലിസബത്ത് കേസ് കേട്ടില്ല, വി ഹെയറും ഈ പറയുന്ന ലൈഫ് ഓഫ് അനന്തും ഒരുപാട് കാര്യങ്ങൾ എക്സ്ക്ലൂസീവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ പറയുന്ന മൂച്ചൻ്റെ ചാനലിലും ഈ മൂച്ചനും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഈ വന്നിട്ട് ഈ വി ഹെയറിനും ഈ ലൈഫ് ഓഫ് അനന്തിനും സപ്പോർട്ടായിട്ട് ഓരോ കമൻസും കാര്യങ്ങളും ഇരുന്നൊക്കെ കണ്ടപ്പോൾ നൈസായിട്ട് അതും അങ്ങ് ഡിലീറ്റ് ചെയ്ത് അങ്ങ് കളയാൻ തുടങ്ങി. ശ്രീവിദ്യ മുല്ലശ്ശേരി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് നമ്മൾ വന്നേക്കുന്നത്. ഞാൻ ഈ ഒരു കോണ്ടന്റ് എടുത്തിട്ടില്ലായിരുന്നു. കാരണം ഈ മിസ്ലീഡിങ് തംബ്ലൈൻ്റെ കാര്യം പറയാൻ എനിക്കൊരു യോഗ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതുപോലെ മിസ്ലീഡിങ് ചെയ്തിട്ടൊക്കെയാണ് എൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തൊക്കെ ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഒരു 400 വീഡിയോളം ഞാൻ ഇതുപോലെ കാര്യങ്ങൾ എഴുതി വെച്ച് ഒരു മനുഷ്യരും വലുതായിട്ട് കാണാനൊന്നും ഇടയായിട്ടില്ലായിരുന്നു. ഒരു ദിവസം ഞാനൊന്ന് മിസ്ലീഡിങ് കൊടുത്തു. അത്യാവശ്യം ആൾക്കാർ കണ്ടു, നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു. ഇത് ഈ എടുത്തുകൊണ്ട് പോയിട്ട് ഇനി കുറേ ആൾക്കാർ ട്രോളാൻ വല്ലതും ഉണ്ടെങ്കിലൊക്കെ ആർക്കാർക്ക് എടുക്കുകയൊക്കെ ചെയ്യാം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഈ ഒരു വീഡിയോ കുറിച്ച് സംസാരിക്കാൻ വരാനുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവർ 2ാമത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ പ്രമുഖനായ ഒരു യൂട്യൂബറാണ് അവർ ഇപ്പം ഫോക്കസ് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തത്. ആ യൂട്യൂബറുമായിട്ട് എനിക്കും പേഴ്സണലി കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ പറയുന്ന ചില കാര്യങ്ങളോട് കറക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടും ഉണ്ടായിരുന്നു. ആദ്യം നമുക്ക് ശ്രീവിദ്യയുടെ കാര്യം സംസാരിക്കാം. പിന്നെ ഈ പ്രമുഖനായ ആ യൂട്യൂബർ മൂച്ചനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. എന്തായാലും നമുക്ക് ആദ്യം ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ ഒരു വീഡിയോ, അതായത് ആദ്യത്തെ വീഡിയോ, അത് ട്രെൻഡിങ് നമ്പർ 37 ആണ്. എന്തായാലും എൻ്റെ കൊച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോവാം. അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ല, ആ തമ്മനയിലുള്ളത് ശരിയാണ്. ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല. പുള്ളിക്കാരുടെ ഹസ്ബൻഡും പുള്ളിക്കാരും ഒരുമിച്ചല്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുകയൊക്കെ ചെയ്തത്. മിസ്ലീഡിങ് തംബ്ലൈൻ തന്നെ അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. 1.5 മാസമായി അവർ സത്യത്തിൽ വീഡിയോസ് ഇട്ടത്. ആ 1.5 മാസത്തിന് ശേഷം ഒരാളൊരു വീഡിയോ ഇടുവാണെങ്കിൽ വലിയ റീച്ചും കാര്യങ്ങളൊന്നും കിട്ടത്തൊന്നുമില്ല. ഇവർ അത്യാവശ്യം ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ ഇടയ്ക്ക് കുത്തി കയറ്റുന്നുണ്ടായിരുന്നു, അതിന് പ്രൊമോഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഇതുപോലെ മിസ്ലീഡിങ് കാര്യങ്ങളൊക്കെ എടുത്തിടുകയും ചെയ്യണം. പക്ഷേ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഇവരൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, കല്യാണം കഴിഞ്ഞ് 5-6 മാസം ഇവരെ ആയിട്ടുള്ളൂ. ആ സമയത്ത് ഇത്ര പെട്ടെന്ന് ഇവർ ഡിവോഴ്സായി ആ ഒരു രീതിയിലോട്ട്, ആ തുടക്കത്തെ ഒരു തംബ്ലൈനാണെങ്കിലും ആ ഒരു ഇൻട്രോ ആണെങ്കിലും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്ഥിരം ഒരു മിസ്ലീഡിങ് തംബ്ലൈൻ അടിക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ശ്രീവിദ്യ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അതുപോലുള്ള ആൾക്കാരുണ്ട്, എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ടെന്ന് പറയും. അപ്പോൾ അവരും പറഞ്ഞു കൊടുത്ത ഐഡിയാസ് ആയിരിക്കാം ചിലപ്പം, എന്തോ ആയിക്കോട്ടെ. അതെടുത്ത് റിയാക്ട് ചെയ്തൊരു വ്യക്തിയുണ്ട്. ആദ്യം റിയാക്ട് ചെയ്ത ആ പ്രമുഖനായ യൂട്യൂബർ മൂച്ചനായിരുന്നെന്ന് തോന്നുന്നു ആദ്യം എടുത്തത് റിയാക്ട് ചെയ്തത്. ഓക്കെ, അദ്ദേഹം ചെയ്യാനുള്ള എന്തെങ്കിലും യോഗ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു യോഗ്യതയില്ല ആ വ്യക്തിക്ക്. കാരണം ഈ ശ്രീവിദ്യ തന്നെ അദ്ദേഹത്തിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഹസ്ബൻഡ്. നമുക്ക് അതിലോട്ട് പോവാം. ആ കാണിച്ച കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു 3 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളുണ്ട്. 3,30,000 എങ്ങാണ്ടോളം സബ്സ്ക്രൈബറും കാര്യങ്ങളുണ്ട്. ആ ചാനലിനകത്ത് വീഡിയോ 300 സംതിങ് വീഡിയോസും കാര്യങ്ങളുണ്ട്. ബാക്കിയുള്ള വീഡിയോസ് അവിടെ പോയി. കാരണം ബിഗ് ബോസ് ഷോ റിലേറ്റഡ് ആയിട്ടുള്ള സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വീഡിയോസ് ഒക്കെ അവിടെ ഉണ്ടോ. എനിക്ക് തോന്നി ഈ അടുത്ത സമയത്താണ് തോന്നുന്നത് 7-8 മാസം മുമ്പ് ബിഗ് ബോസ് ഷോയ്ക്കകത്ത് നിന്ന് ഒരുത്തൻ വെളിയിൽ ചാടിയായിരുന്നു. ഷോയിൽ നിന്ന് പുറത്ത് വന്ന് അദ്ദേഹത്തിന് നീതിയൊക്കെ മേടിച്ചു കൊടുക്കാനൊക്കെ ഈ പറയുന്ന വ്യക്തി ഒരുപാട് നടന്നിട്ടുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തായാലും ഇത് ചർച്ച ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് നീതി കിട്ടിയില്ലെന്നൊന്നും നമുക്കറിയത്തില്ല. ഇനി അടുത്ത സീസൺ വരുമ്പോൾ ചിലപ്പോൾ ആ കാര്യങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് വരാം. ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എവിടെ പോയി സത്യത്തില. ഈ മിസ്ലീഡിങ് തംബ്ലൈൻ്റെ ഉസ്താദ് വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തത്. പിന്നെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല. കാര്യങ്ങളൊക്കെ അതിൻ്റെ എന്താണ് സത്യാവസ്ഥ, എന്താണ് രീതികൾ എന്നൊക്കെ അവരവർ തന്നെ അടിച്ച് വിടുവോ എന്താന്ന് വെച്ച് ചെയ്യട്ടെ. എന്തായാലും നമുക്ക് ശ്രീലക്ഷ്മിയുടെ 2ാമത്തെ വീഡിയോയിലോട്ട് പോവാം. നാട്ടുകാരനും കൂടെയാണ്, തിരുവനന്തപുരത്തുകാരനാണ്. പുള്ളി പറയുന്നുണ്ട് വീഡിയോയിൽ പുള്ളി തിരുവനന്തപുരത്താണ്. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ശ്രീറാത്താണ് പുള്ളിയുടെ ഫാമിലി മെമ്പേഴ്സ് ഉള്ളതെന്നെല്ലാം പുള്ളി പറയുന്നുണ്ട്. തിരുവനന്തപുരത്തുകാരനായ മൂപ്പൻസാണ് ആദ്യമായിട്ടൊരു വീഡിയോ ആയിട്ട് വന്നത്. ഞാനാണ് അത് കാണുന്നത്. സോ ബേസിക്കലി എല്ലാം ബാക്ക് എൻഡിൽ നിന്ന് കാണുന്ന ഒരു ശീലമാണ് എനിക്കുള്ളത്. ചിന്നുവിൻ്റെ എന്ത് കാര്യങ്ങളാണെങ്കിലും ബാക്ക് എൻഡിൽ നിന്ന് കാണുന്ന ഇതാണ് എനിക്കുള്ളത്. ഇപ്പോൾ പറഞ്ഞ പോലെ ചിന്നു ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഒരുമിച്ചല്ല, നന്ദുവും ഞാനും ഇപ്പോൾ ഒരുമിച്ചല്ല എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്. ഞാനും പറഞ്ഞതാണ് ചിന്നു അതിലൊരു തെറ്റുമില്ല. കാരണം കഴിഞ്ഞ 1.5 മാസമായിട്ട് ഞങ്ങൾ ഒരുമിച്ചല്ല. ഞാൻ തിരുവനന്തപുരത്തും പുള്ളിക്കാരി കാസർഗോഡുമാണ്. എൻ്റെ അമ്മ അത് കണ്ടതാണ്, ചിന്നുവിൻ്റെ അമ്മ അത് കണ്ടതാണ്. ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇടാറുള്ളത്. അല്ല പുള്ളിക്കാരുടെ ഒറ്റ എന്താ പറയുക സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ പരിപാടികൾ ചെയ്യുന്നത്. എല്ലാവരുടെ അടുത്തും ആവശ്യമായിട്ടാണ് ചെയ്യാറുള്ളത്.
ഈ സാധനം ഞാനും കണ്ടതാണ്, ഞാനും പറഞ്ഞാണ് സത്യമല്ലേ അതിൽ തെറ്റൊന്നുമില്ല. നീ ഇപ്പോൾ ഒരുമിച്ചല്ല കഴിഞ്ഞ ഒന്നരയല്ല എനിക്ക് ഒന്ന് ജനുവരി മുതൽ ഇപ്പോഴത്തെ ഫെബ്രുവരി എൻഡായല്ലേ, അത് കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് ഞങ്ങൾ ഒരുമിച്ചില്ല. ഞങ്ങൾ വളരെ ഒരു തമ്മിലെങ്കിലും മിസ്ലീഡ് ചെയ്യാതെ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് പറയുകയോ ചെയ്തിട്ടില്ല. ഞാൻ വേണമെങ്കിൽ ലാസ്റ്റത്തെ ഒരു 5 ഞാൻ വായിച്ചുതരാം. ഓക്കെ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കാം, പക്ഷേ നമുക്കത് മനസ്സിലാകും ബ്രോ. എത്രയൊക്കെ ആ ഒരു കാര്യം വെളുപ്പിക്കാൻ നോക്കിയാലും നമുക്ക് ഏകദേശം അത് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നിങ്ങൾ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് കയറ്റിയുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം വ്യൂ വേണം അതിന്, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെയൊക്കെ ചെയ്യേണ്ടി വരും. നമുക്കിതൊക്കെ കുറേ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന പ്രമുഖനായ യൂട്യൂബർ മൂച്ചനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതൊന്ന് വെച്ചുതരാം. എന്താണ് ഈ കേൾക്കുന്നത്? ശ്രീവിദ്യ മുല്ലശ്ശേരി എന്താണ് ചേട്ടൻ കേട്ടത്? അതിൻ്റെ അകത്ത് കേൾക്കത്തക്ക രീതിയിലൊന്നുമില്ല. എന്താണ് ചേട്ടൻ കേട്ടത്? ഒന്ന്, എല്ലാം പുറത്തു വന്നു, ആദ്യ ഭാര്യ. മുകേഷ് ചേട്ടാ എന്തായത്? ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ, ബാലപ്പെട്ടു, മൊണാലിസയും കൊണ്ട് സംവിധായകൻ മുങ്ങി. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ തമ്മിൽ. നിങ്ങൾ ആലോചിക്കണം, ഇത്രയും മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിരുന്നിട്ട് മറ്റേ പറയാറില്ലേ, എന്താ കൈയില്ലാത്തവൻ കാലില്ലാത്തവനെ കുറ്റം പറയുന്നു എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ ഇത്രയും എന്താ പറയുക, നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുമിച്ചില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ സാധനങ്ങൾ കാണണം. മൊണാലിസയെ കൊണ്ട് സംവിധായകൻ മുങ്ങി, കൊന്നത്, വമ്പൻ ട്വിസ്റ്റ്, എലിസബത്ത് രംഗത്ത്, സത്യം അതല്ലേ, നാണമില്ലേ ഇങ്ങനെ ചെയ്യാൻ, രേണു കൊല്ലം സൂചിച്ചേണ്ട ഭാര്യയെ പറ്റിയിട്ടാണത്, നാണമില്ലേ ഇങ്ങനെ ചെയ്യാൻ, റാണി അക്ക ജയിലിലേക്ക്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ക്യാപ്ഷനും അദ്ദേഹത്തിൻ്റെ തമ്മയിലും. അപ്പം ആദ്യം സ്വയം നന്നാവുക, എന്നിട്ട് ബാക്കിയുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനെങ്കിലും ഇറങ്ങുക. സ്വന്തം നാട്ടുകാരൻ തന്നെ മറ്റു കാര്യമാണ് പറയുന്നത്, ആദ്യം സ്വയം നന്നാവട്ടെ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ്, ഉള്ള കാര്യം തുറന്നു പറയല്ല. ഇപ്പം ഈ പറയുന്ന വ്യക്തിയുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് വീഡിയോ എങ്ങനെ പോലെ ഏകദേശം 10-600 വീഡിയോസ് പുള്ളി പ്രൈവറ്റ് ആക്കി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക. ആ ചാനൽ നോക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. എന്തുകൊണ്ട് അത് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? കാരണം ഈ തിരിച്ചടി എന്ന് പറയുന്ന സംഭവമുണ്ട്. കാരണം ഓരോ മനുഷ്യർ കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ ഉറപ്പാണ് 18ന്റെ പണി കിട്ടുന്ന രീതിയിലായിരിക്കും. അപ്പൊ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ പറയുന്ന പുള്ളിക്കാരൻ അതൊക്കെ മാറ്റുകയും ചെയ്തത്. പിന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഈ പുള്ളിയെ നെഗറ്റീവ് പറയുന്ന പുള്ളിക്ക് ഒട്ടും ഇഷ്ടമല്ല. ആരെങ്കിലും എപ്പോൾ പറഞ്ഞാൽ അപ്പോൾ പുള്ളിക്ക് ഡിപ്രഷൻ അടിക്കും. സീരിയസ് ആയിട്ട് പറയാം. എന്നിട്ട് പുള്ളി എന്തെടുക്കും, അപ്പോൾ അതിനെതിരെ പോയി വീഡിയോ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ആ ലിങ്ക് ആ വ്യക്തിക്ക് അയച്ചു പോകും. കണ്ടു നോക്കുമെന്നും പറഞ്ഞ് നമുക്കിതൊക്കെ കുറെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് പണ്ട് തൊട്ടേ. ഇത് കൊച്ചു പിള്ളേരൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ കുറെ കഴിയുമ്പോൾ ഈ സ്ട്രൈക്ക് അടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ അടുത്ത സമയത്താണെങ്കിൽ ഒരു ചേച്ചിന്റെ വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു. ആ ചേച്ചി പറയുന്ന കേട്ട്, നിങ്ങൾ എന്തിനാണ് ഈ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ അടിക്കുന്നത്, നിങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു തീർത്തു. എൻ്റെ പൊന്നോ, എൻ്റെ ചാനലിൽ തന്നെ മുട്ടൻ ഒരു സ്ട്രൈക്കും തന്ന് ഞാൻ ജീവിതത്തിൽ ഞാൻ ഉള്ള തുറന്നു പറഞ്ഞാൽ ഞാൻ താഴ്ന്ന് സംസാരിച്ച. കാരണം ആ ഒരു സ്ട്രൈക്കും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ചാനൽ പോവും, ഉറപ്പാണ്. എൻ്റെ ചാനൽ പോയേനെ. എനിക്ക് പിന്നെ വലിയ ഹോൾഡും അങ്ങനെയുള്ള ആ സമയത്ത് അങ്ങനെ വലിയ പരിചയക്കാരങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ പെട്ടുപോയിരിക്കുന്ന സമയത്ത് ദൈവത്തിനെ പോലെ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്നും എന്നും എനിക്ക് ദൈവം തന്നെയാണ്. ആ വ്യക്തി എന്താ പറയണ്ടേ, ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഈ പറയുന്ന മൂച്ചൻ തന്നെ അതങ്ങ് മാറ്റിത്തരാൻ കുറേ ആൾക്കാർ ഇതിൽ ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറുക്കൻ്റെ ഭാവിയും കാര്യങ്ങളും ഒക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് കേൾക്കണം 5 ദിവസം എന്നെ നടത്തിച്ചു. ഓരോ ദിവസം വന്നിട്ട് വൈകിട്ട് എന്നെ വന്നിട്ട് മാനസികമായിട്ട്, അതായത് നീ എന്നെ അങ്ങനെ പറഞ്ഞില്ലേ, നീ ഇന്ന കമൻറ്റ് ഇട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാനസികമായിട്ട്. അത് പുള്ളിയുടെ വീഡിയോ പറഞ്ഞില്ല, പുള്ളിയുടെ വീഡിയോ വെച്ചാൽ നല്ലത് പറഞ്ഞൊരു വീഡിയോയ്ക്കാണ്. വേറെ ഒരു ബിഗ് ബോസിനകത്തുനിന്ന് ചാടി വന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, അവന് വേണ്ടി. എന്നിട്ട് അവനുമായി വന്നിട്ട് ഇത്രയും ഗുണമൊക്കെ പറഞ്ഞില്ലെങ്കിൽ നമ്മളാണെന്ന് പറഞ്ഞിട്ട് കടന്നിട്ട് കാര്യമില്ല. കാരണം ഇത് പറയാനുള്ള ഒരു യോഗ്യതയും മനുഷ്യനില്ല. കാരണം അതുപോലെ മിസ്ലീഡിങ്. എൻ്റെ പൊന്നോ, ജാഫ്രിക്ക അവിടെ പോയി, അർജുൻ അതാണ്, അർജുൻ്റെ ഞെട്ടിക്കുന്ന രഹസ്യം. അയ്യോ, ബിഗ് ബോസ് ഷോയ്ക്കകത്ത് തന്നെ മെഡിസിൻ കൊടുത്ത് കൊല്ലാൻ നോക്കുന്നു. അങ്ങനെയാണ് ഞാനൊന്നും പറയുന്നില്ല, ഇതൊക്കെ എവിടെ പോയെന്ന് നോക്കിയാൽ മതി. ഇതെല്ലാം കഴിയുമ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം. ഈ ഷോ കാണുന്ന കുറേ അന്ധമായിട്ട് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവനൊക്കെയാണ് ഏറ്റവും വലിയ ദൈവം എന്നും പറഞ്ഞ് ഇരിക്കുന്ന കുറേ ആൾക്കാരെ നിങ്ങളൊന്ന് തിരിഞ്ഞൊന്ന് ചിന്തിച്ച് നോക്കണം. ഈ ഷോയൊക്കെ കഴിഞ്ഞ് 2-3 മാസമൊക്കെ, 2-3 10 ദിവസം കഴിയുമ്പോൾ ആൾക്കാർ മറന്നു പോകും. ഒരു 3 മാസം ആകുമ്പോഴത്തേക്ക് ഉമ്മാരെ വീഡിയോസും കാര്യങ്ങളൊക്കെ ക്ലിയർ ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. ഇല്ല, ശോഭാ വിശ്വനാഥിൻ്റെ ഒരു കേസ് കെട്ടില്ല. ഈ പറയുന്ന വ്യക്തി ശോഭയ്ക്കെതിരെ സൈബർ സെല്ലിൽ നിന്നൊക്കെ വിളിപ്പിച്ച സമയത്ത് ഇയാൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവരെടുത്ത് കാണിച്ചു അങ്ങോട്ട് ഇതല്ലേ നിങ്ങളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ. പുള്ളി വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ പോയതാണ്. ഓൾറെഡി അവരെല്ലാം എടുത്ത് സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തുവാ മറ്റുള്ളവനാവരുത്. നിങ്ങൾ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി. ഒരുപാട് വീഡിയോസ് നൈസായിട്ട് മുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ സിജോൻ്റെ ഒരു വിഷയം ഉണ്ടല്ലോ ബിഗ് ബോസിലെ, സിജോ നമ്മുടെ ലൈഫ് ഓഫ് അതിനകത്ത് പഴയതൊക്കെ തൂക്കിയെടുത്തിട്ട് അടിക്കുന്നെന്ന് പറഞ്ഞിട്ടില്ലേ, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി മുൻകൂട്ടി കണ്ടുപോരുന്ന ഒരു വ്യക്തിയാണ് ഈ മൂച്ചൻ എന്ന് പറഞ്ഞൊരു സാധനം. ആദ്യം സ്വയം നന്നാവുക, എന്നിട്ട് ബാക്കിയുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനെങ്കിലും ഇറങ്ങുക. സ്വന്തം നാട്ടുകാരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്,
ഈ പറഞ്ഞ പോലെ സ്വയം ആദ്യം ഒന്ന് മാന്യമായിട്ട് ഇതിൻ്റെ അകത്ത് എന്താണുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള വാസ്തവം, അല്ലെങ്കിൽ താങ്കൾ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് താങ്കൾ ആദ്യം വ്യക്തമായിട്ടുള്ളൊരു ക്യാപ്ഷനും തമ്മിലും കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളവരെ ഈ പറഞ്ഞ പോലെ പഴിചാരാൻ പോവുക. ഇത് 3 പേരുടെ വീഡിയോസ് വന്നിട്ടുണ്ട് കേട്ടോ. ഏതോ ലൈഫ് ഓഫ് അനന്തു അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് 2-3 പേരുടെ വീഡിയോ വന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് ഏകദേശം 1,57,000 വ്യൂസാണ്. 1,57,000 വ്യൂസാണ് പുള്ളിക്കാരന് കിട്ടിയിട്ടുള്ളത്. ഞങ്ങളുടെ ആ കണ്ടന്റിന് ഇപ്പോഴും 84,000 വ്യൂസേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ആരെയാണ് എങ്ങനെയാണ് പൈസ അടിയിൽ വന്ന മൂപ്പൻ നമ്മുടെ കമന്റ്സ് വായിച്ചല്ലോ. മൂപ്പൻ്റെ കമന്റ്സിൻ്റെ അടിയിൽ വന്ന വീഡിയോയുടെ അടിയിൽ വന്ന 2-3 കമന്റുകളുണ്ട്. ഒരെണ്ണം ഞാൻ വായിച്ചു തരാം. പറഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം പുള്ളിക്ക് ഡിലീറ്റ് ചെയ്യുന്ന സ്വഭാവമുണ്ട്. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിയിൽ പോയി കമന്റ് ചെയ്ത് ഞാൻ കണ്ടു കമന്റ്സ് അയച്ചു തന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കമന്റ്സ് ഇല്ല, പുള്ളി ഇരുന്നങ്ങ് ഡിലീറ്റ് ചെയ്യും. പുള്ളി ഇരുന്നങ്ങ് നെഗറ്റീവ്സ് മാത്രം മതി പുള്ളിക്ക് എന്നുള്ള രീതിയിൽ. സോ അതിൽ വന്നിരിക്കുന്ന ഒരു കമന്റ് ആണ്, ഇറ്റ്സ് ആപ്ലിക്കബിൾ ടു ഈച്ച് ആൻഡ് എവരി വൺ ഹു ആർ യൂസിങ് യൂട്യൂബ് ആസ് എ ജോബ് ബിക്കോസ് എവരി റിയാക്ഷൻ വീഡിയോസ് ആർ ഡൂയിങ് സെയിം തിങ്, മിസ്ലീഡിംഗ് ക്യാപ്ഷൻസ്, വാട്ട് ഈസ് ദ ഡിഫറൻസ്? അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഇതിനെ കമന്റ് ഇട്ടിരിക്കുന്ന ബോബിത CM എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിൽ നിന്ന്. അപ്പം നിങ്ങൾ ആലോചിക്കണം, ഞാൻ പറഞ്ഞത് തന്നെയാണ് ബാക്കിയുള്ള നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൽ പലർക്കും മനസ്സിലായിട്ടുള്ളത് അത് തന്നെയാണ്. നിങ്ങളാണ് ഏറ്റവും വലിയ മാനിപ്പുലേറ്റീവ്സ്. നിങ്ങളാണ് ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവരുടെ കോണ്ടന്റ് ആശ്രയിച്ച് ജീവിക്കുന്ന പാരസൈറ്റ്സ് ആണ് നിങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിഭീകരമായിട്ട് ഞാൻ അങ്ങനെ തന്നെ പറയും. എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ സത്യം ഇതിൽ എത്ര പേർക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പാരസൈറ്റ്സ് ആണ്. അതായത് ബാക്കിയുള്ളവർ കണ്ടന്റ് ഇല്ലെങ്കിൽ, അപ്പം ഒരു ദിവസം കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ല സഹോദര. നിങ്ങൾക്കൊരു കോണ്ടന്റ് ഇല്ല ഒരു ദിവസം ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ കേരളത്തിൽ. അതുകൊണ്ട് നിങ്ങൾ പ്രശ്നങ്ങൾ തേടി പോവുകയാണ്. ഇന്നലെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അധികം പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടായി കാണത്തില്ല. അപ്പം പുള്ളി തപ്പി ഇരുന്നപ്പം കിട്ടിയത് ഇതാണ്. ഓക്കെ, ഇന്നത്തെ എൻ്റെ ജീവിതത്തിനുള്ള ഇന്നത്തെ എൻ്റെ ജീവിതം റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവർ എങ്ങനെ പുച്ഛിക്കല്ല എൻ്റെ പൊന്നു ബ്രോ. ചില കാര്യങ്ങൾ ഈ ന്യൂസിലാണെങ്കിൽ പോലും വരുമൊക്കെ ചെയ്യും. അതിന്റെ സത്യാവസ്ഥ ന്യൂസിലെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. ന്യൂസുകാർക്ക് ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അവരത് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? എൻ്റെ അറിവിൽ അങ്ങനെ കുറവാണ് സത്യത്തില. പക്ഷേ റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിൽ തെറ്റ് പറ്റി അവർ തിരുത്തുകയും ചെയ്യും. ചില ന്യൂസിൽ വരുന്ന തെറ്റായിട്ടുള്ള വാർത്തകൾ കണ്ടുപിടിച്ച് ശരിയായിട്ട് കൊണ്ടുവരുന്ന ഒരുപാട് റിയാക്ഷൻസ് ചാനലിനെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. അത് വേറെ കാര്യങ്ങൾ. ഇപ്പം തന്നെ ഈ ബാല എലിസബത്ത് കേസ് കെട്ടി തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ പറയുന്ന ഈ ചാനലുകാർക്ക് പോലും കിട്ടാത്ത കാര്യങ്ങളാണ് ഈ പറയുന്ന BV ഹെയറിന് കിട്ടിയത്, ഈ പറയുന്ന ലൈഫ് ഓഫ് അനന്തുവിന് കിട്ടിയത്. അപ്പം അങ്ങനെ നിങ്ങൾ റിയാക്ഷൻസ് ചെയ്യുന്നവരങ്ങനെ പുച്ഛിക്കോ ഒന്നും വേണ്ട. പിന്നെ ഒരു കാര്യങ്ങൾ നിങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ മൂച്ചൻ്റെ കാര്യങ്ങൾ, മിസ്ലീഡിങ്ങിൻ്റെ കാര്യങ്ങൾ വളരെ അതൊക്കെ ഞാൻ ഉറപ്പായിട്ടും ഏറ്റവും വലിയ ഉസ്താദിൻ്റെ ഉസ്താദാണ് ഈ പറയുന്ന വ്യക്തി. സത്യത്തിലെ ഉസ്താദ് അതിൻ്റെ വേറൊരു ലെവലായിട്ട് പറയും. പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാണ്. തനിക്ക് എന്തോ ആവാം, അല്ലെങ്കിൽ തന്നെക്കാളും ഒരാൾ ഒരുപടി മുന്നിലെത്തുന്നതൊന്നും ഈ വ്യക്തിക്ക് ഇഷ്ടമൊന്നുമല്ല. പിന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന വ്യക്തി വീഡിയോ ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന ഫാമിലി വ്ളോഗ്സിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറയും. എന്തിന് വ്യൂവർഷിപ്പ് കൂടുതൽ കിട്ടുന്നുണ്ടോ ആ കാര്യത്തിന് വേണ്ടി മാത്രം വന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നി അയാൾ കുറേ നാൾക്ക് ശേഷം ഈ മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. ഉപ്പുമുളകും വിഷയം വന്നതിന് ശേഷം, പിന്നെ പ്രണവ് പ്രവീൺ വിഷയം വന്ന സമയത്തും കിടന്ന് വീഡിയോ ഇടും. അല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന നാട്ടിലെ ഒരു വിഷയങ്ങൾ കേൾക്കാനോ ഒന്നിനും വരുത്തൊന്നുമില്ല പുള്ളിക്കാരൻ. എന്ത് വ്യൂ കൂടുതലുണ്ടോ അവിടെ മാത്രം പുള്ളി വരികയും ചെയ്യും. പിന്നെ ബിഗ് ബോസ് ഷോ 3 മാസത്തെ ഒരു കോണ്ടന്റ് ആണ്. അതിന് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സും ഉണ്ടാക്കാം, നല്ല ഏണിങ്സും കിട്ടും. 3 മാസം വന്ന് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ട് പുള്ളി പോവുകയും ചെയ്യും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഈ പറയുന്ന നാടിന് വേണ്ടിയോ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയോ ഒന്നും വലുതായിട്ട് സംസാരിച്ചൊന്നും ഞാൻ കേട്ടിട്ടൊന്നുമില്ല. ഒരുപാട് വിഷയങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇതിലൊന്നും പുള്ളി വന്ന് വലിയ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിലുണ്ടായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ തെളിവ് സഹിതം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാനത് വിടത്തൊന്നുമില്ല. പക്ഷെ വിടേണ്ട ഒരു സാഹചര്യം വന്നാൽ ഈ പറയുന്ന വ്യക്തികൾ ഒരു ഫാമിലി അനുഭവിച്ച ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ വിളിച്ച് പറയാനുള്ളതുണ്ടായിരുന്നു. നാണം കിട്ടുപോകും. പിന്നെ ഒരു ഗ്രൂപ്പിൽ അയച്ചു കൊടുത്താൽ ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവൻ്റെ ചാനൽ അടിച്ച് കളയാനുള്ള വോയിസും കാര്യങ്ങളൊക്കെ. അത് കുറേ ആൾക്കാർ അത് കേട്ടതാണ് സത്യം പറഞ്ഞാൽ. അതിൽ കേൾക്കാനുള്ള ഒരു സാഹചര്യം എൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ എല്ലാവരും കേട്ടതാണ് സത്യത്തിൽ. പിന്നെ ചില ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും മനസ്സിലായാണ് ഇന്ന വ്യക്തി ഇന്ന പോലെ വീഡിയോ വന്നിട്ട് പറയുന്നതും അല്ലാതെ പറയുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു കാര്യത്തിൽ ആ ശ്രീവിദ്യയുടെ ഹസ്ബൻഡ് പറയുന്നത്, ശ്രീവിദ്യയും പറയുന്നത് ഞാൻ 100 വട്ടം അംഗീകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇപ്പോഴും മലയാളികളായ കുറേ ജനങ്ങൾക്ക് സത്യാവസ്ഥ അറിയത്തില്ല. കാരണം അനുഭവിച്ചൊരു ഫാമിലി എന്ന നില എനിക്ക് നല്ല രീതിയിൽ അറിയാം. അത് പല യൂട്യൂബേഴ്സിനും അറിയാം. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ കൂടുതലൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയറും സബ്ബൊക്കെ ചെയ്യുക. പിന്നെ ശ്രീവിദ്യ ചേച്ചി, ഞാനൊരു കാര്യം നിങ്ങളോട് എടുത്തെടുത്ത് പറയാം. മലയാളികൾ അത്ര പൊട്ടന്മാരൊന്നും അല്ല. ഈ മിസ്ലീഡിങ് കംപ്ലൈൻറ്റ് നമ്മളതൊക്കെ ചെയ്ത ആൾക്കാരാണ്, ഇപ്പോൾ ചെയ്യുന്നുമുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നൈസായിട്ട് ഈ പ്രൊമോഷനൊക്കെ കയറുമ്പോൾ അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും.
പറഞ്ഞു മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. പിന്നെ ഒട്ടും യോഗ്യതയില്ലാത്ത ഒരുത്തനാണ് വന്നിട്ട് ഈ പറയുന്ന കാര്യം ചെയ്തത്. മെയിനായിട്ട് എനിക്ക് ആ പറയുന്ന ആ കമന്റ്സ് ഡിലീറ്റ് ചെയ്ത കാര്യങ്ങളും പിന്നെ ഒരുപാട് എന്താ പറയണ്ട, ഇപ്പോഴും കുറെ ആൾക്കാരുണ്ട് കഷ്ടപ്പെട്ട് ഈ കോണ്ടന്റും കാര്യങ്ങളൊക്കെ തൂക്കിയെടുത്തുകൊണ്ട് വന്ന് ഒരുപാട്, പ്രത്യേകിച്ച് ഈ ബാല കേസ് കേട്ടില്ല, ഈ പറയുന്ന എടുത്തെടുത്ത് പറയുന്ന 2 പേരുകളാണ് ഈ പറയുന്ന വി ഹെയർ ആണെങ്കിലും ലൈഫ് ഓഫ് അനന്ത് ആണെങ്കിലും, അവർ അതുപോലെ അത് തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ചിട്ടാണ് അവരെ അത് ചെയ്തു വെച്ചത്. അപ്പോഴും ആൾക്കാർ വന്നിട്ട് പറയുന്നേ മൂച്ചൻ എന്ന് പറയുന്നുണ്ട്. ചുമ്മാ വന്നിട്ട് ഏതെങ്കിലും ഒരു നല്ല ഒരെണ്ണം കൊണ്ടുവന്നിട്ട് പോയി സംസാരിക്കും, എവിടുന്നോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വന്ന് കണസ പറഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്യും. അതാണ് രീതി. ഓക്കെ, ഇപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടും കൂടെ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ഭയങ്കരമായി കണ്ടുള്ളൂ. കണ്ടത് ഏറ്റവും കൂടുതൽ എനിക്ക് ചിരിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാനൊന്നും പറഞ്ഞതല്ല, നിങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടതാണ് ഞാൻ ഈ കിടന്ന് പറഞ്ഞതെന്നൊക്കെയാണ് ഈ പുള്ളി കിടന്ന് പറയുന്നത്. എന്നെക്കാളും മുമ്പേ പറഞ്ഞത് ആ കമന്റ് ഇട്ട ആൾക്കാരാ. ഈ കമന്റ് ഇടുന്നതും വീഡിയോ റിയാക്ട് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസും കാര്യങ്ങളുണ്ട്. അതും കൂടെ ആദ്യം ഒന്ന് ചിന്തിക്കണം കേട്ടോ. ഈ കമന്റ് ഇടുന്നവർ എഴുതിയിട്ട് പോകുന്നേ ഉള്ളൂ. ഇത് ഫോൺ തൂക്കി വെച്ചെടുത്തിട്ട് അണസ പറയുന്ന പരിപാടി. ഇപ്പം താൻ ചെയ്യുന്നതാണെങ്കിലും ഞാൻ ചെയ്യുന്നതാണെങ്കിലും എല്ലാം ഒരു പരിപാടി തന്നെ. എന്തുണ്ടെങ്കിലും ഈ മാനിപ്പുലേഷൻ, സത്യം പറയാലോ, ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് ആടിനെ പട്ടിയാക്കും, പട്ടിയെ പൂച്ചയാക്കും, പൂച്ചയെ പശുവാക്കും. ഇതൊക്കെയാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ. ഒരു കാര്യത്തിൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. എൻ്റെ ജീവിതാനുഭവം കൊണ്ട് പറയാണ്, ഈ ശ്രീവിദ്യയും ഹസ്ബൻഡും ഹസ്ബൻഡ് പറഞ്ഞത് 100% യോജിക്കുന്നു. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിന് ഒന്ന് പറഞ്ഞ് ചൊറിഞ്ഞു കഴിഞ്ഞാൽ കിടന്ന് എന്താ പറയണ്ടേ, പിന്നെ പുള്ളി എന്താ കാണിക്കുന്നത് പോലെ അറിയത്തില്ല. നമ്മളെല്ലാം ചെയ്യുന്ന റിയാക്ഷൻസ് വീഡിയോസാണ്. നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് നമുക്കും കിട്ടുമെന്നുള്ള ഇത് ഉറപ്പോടെ തന്നെ നിൽക്കുകയും വേണം. അത് തിരിച്ചൊരാൾ നമുക്കെതിരെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് എന്താ പറയുന്നത്, ഉൾക്കൊള്ളാനുള്ള ധൈര്യവും വേണം. സീരിയസ്ലി ഞാനൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ അത് വേണം. അല്ലെങ്കിൽ ഈ ഒരു പരിപാടിക്ക് വരാം, ഈ കമന്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരാൾ നേരത്തെ ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഞാനും കൊടുക്കാറുണ്ട്. ഈ പറയുന്ന എൻ്റെ വീഡിയോസ് അല്ലേ കൂടുതലും നമുക്ക് വേണ്ടപ്പെട്ടവരെ കുറിച്ച് കഥ അറിയാതെ ആട്ടം കാണുന്നത്. എല്ലാവരും പറയുന്നുണ്ട് ഈ പറയുന്ന വലിയ യൂട്യൂബർ, ചെറിയ യൂട്യൂബർ, ഞാൻ ഇതുവരെ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. പക്ഷേ ചില ടീംസുകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു 10Kയും 2Kയും 3Kയും നമ്മളൊക്കെ എന്താ പറയണ്ടേ, ചെറിയ യൂട്യൂബേഴ്സ് ആയിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മളെയൊക്കെ ദ്രോഹിക്കുക എന്നുള്ള രീതിയിൽ നമ്മളോട് ഒരു 10 മിനിറ്റ് മിണ്ടിയാലേ നമ്മുടെയൊക്കെ ക്യാരക്ടർമാർക്ക് മനസ്സിലാവത്തുള്ളൂ. കുറേ ആൾക്കാർക്ക് നമ്മൾ ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോയി നൈസായിട്ട് കൂടെ അപ്പുറത്തുള്ളവന്മാരുടെ അടുത്ത് നിന്നിട്ട് ആവശ്യമില്ലാത്ത പറയുന്ന കുറേ ആൾക്കാരെ ഞാനും കണ്ടിട്ടുണ്ട്. നമ്മളവരോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ നമ്മളോട് സഹായം ചോദിച്ചാൽ 100% ചെയ്യുകയും ചെയ്യും. നമ്മുടെ രീതി എങ്ങനെയാണ്. പക്ഷേ ഇതുപോലുള്ള, അതായത് ഈ മൂച്ചനെ പോലുള്ളവരൊക്കെ ഉള്ളത് തുറന്ന് പറയാനുള്ള സ്വന്തം കാര്യം മാത്രം. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കൊണ്ടു നടന്ന ഈ റോബിനെയൊക്കെ പൊക്കിക്കൊണ്ടുവന്ന അഖിൽമാരാർ വന്നതിന് ശേഷം റോബിനൊക്കെ അങ്ങ് സൈഡാക്കി എന്ന് പറയുന്നത്. ഇവർക്കൊക്കെ ആരോടും വലിയ കമ്മിറ്റ്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല. സത്യം പറയല്ലോ, അവരവരുടെ കാര്യങ്ങൾ. അങ്ങനെ ചില വ്യക്തിയുടെ കൂട്ടത്തിൽ ഈ ഒരു വ്യക്തിയെ കൂട്ടാൻ പറ്റും. 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിത് ഉള്ളി തട്ടി പറയുന്ന കാര്യമാണ്. ഇനിയാണെങ്കിലും സോഷ്യൽ മീഡിയ തിരിച്ചടി കിട്ടുമ്പോഴും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സും ശക്തിയും കാര്യങ്ങളും ഒക്കെ വേണം. അതാണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. ഈ പറയുന്ന മൂച്ചിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു 2 പേർക്കെങ്കിലും അല്ലെങ്കിൽ ഒരു 3 പേർക്കെങ്കിലും ഡാനി പറഞ്ഞത് ശരിയാ എന്ന് പറഞ്ഞാൽ അതെൻ്റെ വിജയം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ. കാരണം അതെല്ലാവർക്കും അറിയാം, ഞാൻ ആ ഒരു ഷോ സമയത്ത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു യോഗ്യതയില്ലാത്ത ഒരുത്തനെ ഇയാൾ കിടന്നിട്ട് ഇത്രയും കയറി സംസാരിച്ചു. ഒരു യോഗ്യതയില്ലാത്തൊരുത്തിന് വേണ്ടി നീതി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു നീതിയും കൊടുത്തില്ല. ഇപ്പം അവിടെ കിടന്നിട്ട് അന്ന് കുറ്റം പറഞ്ഞ് നടന്നവരൊക്കെ കൂടെ അവൻ കിടന്ന് ഉല്ലസിച്ച് നടക്കുകയും ചെയ്യുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് അവസാനം ചില കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് എൻ്റെ ചില സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. എന്തായാലും ഈ പറയുന്ന ശ്രീവിദ്യയുടെ ഹസ്ബൻഡ് ഞാൻ ഇപ്പോഴും തുറന്നു പറയാണ്, അയാൾ പറഞ്ഞ് വളരെ കറക്റ്റാണ്. നിങ്ങൾ പറഞ്ഞ് പക്കയാണ്. അത് ഒന്ന് ആലോചിച്ച് നോക്കും. 3,33,000 38,000 സബ്ബുള്ള ചാനൽ 300ഓളം വീഡിയോ ഉണ്ട്. 300, 350, 400 കൂട്ടിക്കോ. ബാക്കി വീഡിയോസ് എവിടെ പോയി? അതിട്ട വീഡിയോയുടെ കണക്ക് ഈ പറയുന്ന വ്യക്തിയുടെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും. ബൈ, ലവ് യു ഓൾ. 5-6 മാസം മുമ്പ് 7-8 മാസം മുമ്പ് ബിഗ് ബോസ് സമയത്തൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. ഇവിടെ ആരാ പേടിക്കുന്നത്? ഇവിടെ പേടിച്ച് മാറി. കാരണം എന്നെ ആരും റിയാക്ട് ചെയ്യരുത്. എനിക്ക് സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ട്. എൻ്റെ 2 വീഡിയോക്ക് സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ട്. ഒരു ചേച്ചീൻ്റെ സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ട്. ഒരു കൊച്ചു ചെറുക്കൻ്റെ ചാനൽ സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സ്ട്രൈക്ക് അടിച്ചിട്ട് എന്തുവാ പുള്ളി നെഗറ്റീവ് പറയുന്നിടത്തെല്ലാം ഇതായിരുന്നു പുള്ളിയുടെ പരിപാടി. സ്ട്രൈക്ക് അടിച്ച് നശിപ്പിക്കുക. പുള്ളി എന്ത് പറയുന്നത്? കാരണം ഉൾക്കൊള്ളാനുള്ള ധൈര്യമില്ലാത്ത ഒരാളാണ് ഈ പറയുന്ന വ്യക്തി. എന്തായാലും എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി. പിന്നെ അതുപോലെ ശ്രീവിദ്യയുടെ ഭാഗത്തും കുറച്ചൊക്കെ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുണ്ട്. കുറച്ചെന്നല്ല,
അത് ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഇത്രേ പറയാനുള്ളൂ. രണ്ട് പേരുടെ കാര്യത്തിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഒന്നും കൂടെ പറയാം, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.